തിരുവല്ല നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനം യു.ഡി.എഫിന് നഷ്ടമായി. എൽ.ഡി.എഫിലെ എൻ.സി.പി അംഗം ജിജി വട്ടശ്ശേരിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ടോസിംഗിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എൻ.ഡി.എ സ്വതന്ത്രനും എസ്.ടി.പി അംഗവും യു.ഡി.എഫിന് വോട്ട് ചെയ്തില്ലെങ്കിലും അംഗബലം തുല്യമാവുകയായിരുന്നു. വിവരങ്ങളുമായി സുജു നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്നും. സുജു ടി ബാബു, എന്താണ് കൂടുതൽ നൽകുവാൻ സാധിക്കുന്ന വിശദാംശങ്ങൾ? സിന്ധൂരി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത് പത്തനംതിട്ട ജില്ലയിലെ ഏക യു.ഡി.എഫ് ഭരിക്കുന്ന നഗരസഭയാണ് തിരുവല്ല നഗരസഭ. അവിടെയാണ് യു.ഡി.എഫിന് വൈസ് ചെയർമാൻ പദവി നഷ്ടപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ വൈസ് ചെയർമാൻ പദവി ലഭിക്കാൻ വേണ്ടി യു.ഡി.എഫ് എസ്.ഡി.പി.ഐ അംഗത്തിന്റെയും എൻ.ഡി.എ സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ തേടി എന്നുള്ള കാര്യം കൂടിയാണ്. യു.ഡി.എഫിന്റെ 16 അംഗങ്ങളാണ് യു.ഡി.എഫിനുള്ളത്. അതിൽ ഒരാൾ സ്ഥലത്തില്ലായിരുന്നു. 2 അംഗങ്ങളുടെ വോട്ട് അസാധുവാകുകയും ചെയ്തു. അങ്ങനെ യു.ഡി.എഫിന് തിരുവല്ല നഗരസഭയിൽ വോട്ട് ലഭിക്കേണ്ടിരുന്നത് 13 വോട്ടുകളായിരുന്നു. എൽ.ഡി.എഫിന് 15 വോട്ടുകളും. അതിൽ 13 വോട്ടുകൾ കൊണ്ട് യു.ഡി.എഫിന് വൈസ് ചെയർമാൻ ആകാത്ത സാഹചര്യത്തിൽ എസ്.ഡി.പി.ഐയുടെയും എൻ.ഡി.എയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും പിന്തുണ യു.ഡി.എഫ് തേടുകയും അത് മേടിക്കുകയും ചെയ്തു എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എസ്.ഡി.പി.ഐ പിന്തുണ വേണം വേണ്ട എന്നൊരു തർക്കം യു.ഡി.എഫിനുണ്ടായിരുന്നു. അത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചതുമാണ്. ആ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലാണ് തിരുവല്ല നഗരസഭയിൽ എസ്.ഡി.പി.ഐയുടെ പിന്തുണ നേടിക്കൊണ്ട് വൈസ് ചെയർമാൻ സ്ഥാനത്ത് മത്സരിക്കുകയും എന്നാൽ അതിൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ടോസിലൂടെയാണ് എൽ.ഡി.എഫ് വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. എൻ.സി.പി അംഗമായിരിക്കുന്ന ജിജി വട്ടശ്ശേരിയാണ് തിരുവല്ല നഗരസഭയുടെ പുതിയ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, എസ്.ഡി.പി.ഐയുടെ പിന്തുണ വൈസ് ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടി യു.ഡി.എഫ് അത് സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, അത് പരാജയപ്പെട്ടെങ്കിൽ പോലും ആ വോട്ട് അവർക്ക് ലഭിച്ചു. മറ്റൊന്ന്, പത്തനംതിട്ട ജില്ലയിലെ യു.ഡി.എഫ് ഭരിക്കുന്ന ഏക നഗരസഭയിലെ വൈസ് ചെയർമാൻ സ്ഥാനവും ഇപ്പോൾ യു.ഡി.എഫിന് നഷ്ടമായിരിക്കുകയാണ്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനം യു.ഡി.എഫിന് നഷ്ടമായിരിക്കുകയാണ്. എൽ.ഡി.എഫിലെ എൻ.സി.പി അംഗം ജിജി വട്ടശ്ശേരിയിലാണ് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ടോസിംഗിലൂടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്.